പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ എഞ്ചിനീയറിംഗ് വിസ്മയം ഒന്ന് നേരിട്ട് കാണണമെന്ന്. അപ്പോൾ ആ പാലം നേരിട്ട് കാണാൻ മാത്രമല്ല, ആ പാലത്തിലൂടെയാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 8:45 രാമേശ്വരത്തേക്കുള്ള ട്രെയിന്. ജനങ്ങളോട് 100% നീതി പുലർത്തി കൃത്യസമയത്ത് ട്രെയിന് സ്റ്റേഷനിലെത്തി. ശനിയാഴ്ച മാത്രമുള്ള വീക്ക്ലി എക്സ്പ്രസിനാണ് ഞങ്ങൾ രാമേശ്വരത്തേക്ക് യാത്ര തിരിച്ചത്. ഇപ്രാവശ്യം ഫാമിലി മൊത്തം കൂടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പാമ്പൻ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിലേ പാമ്പൻ പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാമ്പൻ പാലത്തിന് സമാന്തരമായി നിലകൊള്ളുന്ന റോഡിലൂടെ യാത്ര ചെയ്യണം. കടലിൽ ഒരു നേർത്ത നീളമുള്ള നൂല് പോലെ തോന്നിക്കുന്ന പാമ്പൻ പാലം രാമനാഥപുരത്തെ പാമ്പൻ ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ റോഡും റെയിൽ പാലവും ഉണ്ടെങ്കിലും പാമ്പൻ പാലം എന്ന വിശേഷണമുള്ളത് റെയിൽവേ പാലത്തിനാണ്. 1914 ബ്രിട്ടീഷ് ഭരണകാലത്താണ് പാമ്പൻ പാലം നിർമ്മിച്ചത്. 2345 മീറ്ററാണ് പാമ്പൻ പാലത്തിൻ്റെ നീളം. ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഒന്നാമത്തേത് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന അടൽ സേതുവാണ്. പാക് കടലിടുക്കിന് കുറുകെയാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ഏപ്രിൽ 6 പാമ്പൻ പാലത്തിന്റെ പ്രത്യേകതകൾ: ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ്, കൂടുതൽ വലിയ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം. ആദ്യം 1.5 മീറ്റർ മാത്രം ഉയർന്നിരുന്ന പാലം ഇപ്പോൾ 22 മീറ്റർ വരെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. പഴയ പാമ്പൻ പാലത്തിലൂടെ ട്രെയിനുകൾ മണിക്കൂറിൽ 10 km/h സ്പീഡിൽ മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പാലത്തിലൂടെ മണിക്കൂറിൽ 75 km/h വേഗതയിലാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്.